നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ 11 ദിവസം എടുത്തു, ശരിയാണ്. പക്ഷേ പ്രഖ്യാപനം വന്നിട്ട് പൊട്ടിത്തെറി പോയിട്ട് ഒരു പോറൽ പോലുമില്ല. മിണ്ടാതിരുന്ന രമേശ് ചെന്നിത്തല ഇന്ന് ചിരിച്ചു. കേരളത്തിന്റെ പുതിയ ആഭ്യന്തരമന്ത്രിയാകും. കേരളത്തിലെത്തിയ KCയും പറഞ്ഞു, പാർട്ടി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല എന്ന്. മുസ്ലിം ലീഗിനെ ഹൈക്കമാൻഡ് എന്ന് വിളിച്ചവർക്ക് ഞങ്ങൾ സഹോദരങ്ങളെന്ന് VD സതീശന്റെ മറുപടി. ഇത്ര സ്മൂത്തായി ഇതിനു മുൻപ് UDFന്റെ മന്ത്രിസഭാ രൂപീകരണം പൂർത്തിയാക്കിയിട്ടുണ്ടോ? സംശയമാണ്. യഥാർത്ഥ ഇടതിനും ഇടമുള്ള വിശാല കൂട്ടായ്മയായി ഐക്യജനാധിപത്യ മുന്നണി മാറിയോ? ധനകാര്യ വകുപ്പെന്ന മുൾക്കിരീടം മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയാണ്. പദ്ധതികൾക്ക് പണം കണ്ടെത്തേണ്ട ചുമതലയും ഇതോടെ മുഖ്യമന്ത്രിക്കാണ്. നമ്മൾ ഇന്ന് കാണുന്നത് കേരളത്തിൽ കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പാണോ? സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമുക്കിപ്പം അതിഥികളായി നിയുക്ത MLA V കുഞ്ഞികൃഷ്ണൻ, കോൺഗ്രസിൽ നിന്ന് ജിൻഡോ ജോൺ, മുസ്ലിം ലീഗിൽ നിന്ന് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ ചേർന്നത്. ആദ്യം നമുക്കൊന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് പോവാം. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് അവിടെ രാജീവ് ദേവരാജും അഭിലാഷ് മോഹനും നമുക്കൊപ്പം തയ്യാറാണ്. രാജീവ്, അഭിലാഷ്, ടീം VDS തയ്യാറായോ? ടീം VDS തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ തയ്യാറാകൽ പ്രക്രിയ അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് എന്ന് പറയാം. മുസ്ലിം ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച പൂർത്തീകരിച്ചു. വേണമെങ്കിൽ നാളെ ഒരു ചർച്ച കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട്. PJ ജോസഫുമായി നാളെ ചർച്ചയുണ്ടാവും. കോൺഗ്രസിന്റെ മന്ത്രിമാർ ഏറെക്കുറെ അന്തിമമാണ്. കോൺഗ്രസിന്റെ പട്ടിക തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ ഘടകകക്ഷികളുമായിട്ടുള്ള അവസാന ഈ ചർച്ചയുടെ ചില്ലറ മിനുക്കുപണികൾ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മന്ത്രിമാരെ അവർക്ക് കൃത്യമായി തീരുമാനിക്കാം. എങ്കിൽ പോലും പ്രാഥമികമായ ഒരു പട്ടിക തയ്യാറായിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. എന്നാലും ചില പേരുകൾ ഇനി ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചിലപ്പോൾ വിദൂരമായ സാധ്യത പോലും ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. സ്പീക്കർ ആരാണ് എന്നുള്ളത് കൃത്യമായി അറിയണം. അത്തരത്തിൽ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആര് നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ 11 ദിവസം എടുത്തുവെങ്കിലും മന്ത്രിമാരെ, അതായത് ഫുൾ ക്യാബിനറ്റ് തീരുമാനിക്കാൻ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു റെക്കോർഡ് സമയത്തിനുള്ളിലാണ് കോൺഗ്രസിന്റെ കാര്യത്തിൽ, UDFന്റെ കാര്യത്തിൽ റെക്കോർഡ് സമയത്തിനുള്ളിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ വളരെ സ്മൂത്ത് സെയിലിംഗ് എന്ന് പറയാം UDFന്റെ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ കാര്യം. നാളെ ഉച്ചയ്ക്ക് ഗവർണർക്ക് പട്ടിക കൈമാറും. നിങ്ങളോട് പറഞ്ഞിട്ടേ പോകൂ എന്നാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞത്. അദ്ദേഹം ഇന്ന് പാണക്കാട് തങ്ങളെയും അതുപോലെ തന്നെ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അടക്കം സന്ദർശിച്ചിരുന്നു. അപ്പോൾ ഒരു സമവായം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പക്ഷത്തു നിന്നുള്ള മന്ത്രിമാരായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിശ്വനാഥും മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. K മുരളീധരൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും. M ലിജു മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും. ഇത്രയും പേർ ഉറപ്പാണ്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചില പേരുകൾ അന്തിമമാക്കാനുണ്ട്. പക്ഷേ 5-6 മന്ത്രിമാരുടെ പേരുകൾ നമുക്ക് ഉറപ്പിച്ചു പറയാം. വനിതാ പ്രാതിനിധ്യമായി ആര് വരണം? ബിന്ദു കൃഷ്ണയുടെ പേരാണ് ഏറ്റവും പ്രാമുഖ്യത്തോടു കൂടിയുള്ളത്. ബിന്ദു കൃഷ്ണയുടെ പേരും അതുപോലെ തന്നെ K തുളസിയുടെ പേരും ഷാനിമോൾ ഉസ്മാന്റെ പേരും പരിഗണനയിലുണ്ട്. ഇവരിൽ ഒരാൾ മന്ത്രിയാകും. അതിൽ ബിന്ദു കൃഷ്ണയ്ക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ന്യൂനപക്ഷ പ്രാതിനിധ്യം എന്നുള്ള നിലയിൽ അൻവർ സാദത്തിന്റെ പേരിനാണ് പ്രാമുഖ്യം. T സിദ്ദിഖിന്റെ പേരും പരിഗണനയിലുണ്ട്. T സിദ്ദിഖോ അൻവർ സാദത്തോ, അതിൽ അൻവർ സാദത്തിന്റെ പേരിനാണ് കൂടുതൽ പ്രാമുഖ്യം. മറ്റ് മന്ത്രിമാരുടെ കാര്യവും ഇന്ന് രാത്രി വൈകി തീരുമാനമാകാനാണ് സാധ്യത. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ലീഗിന് 5 മന്ത്രിമാരാണ് ഉണ്ടാവുക. ആ 5 മന്ത്രിമാരിൽ KM ഷാജി വേണോ അതോ PK ബഷീർ വേണോ എന്ന കാര്യത്തിൽ മാത്രമാണ് ലീഗിൽ ഉള്ള ആശയക്കുഴപ്പം. ബാക്കി 4 മന്ത്രിമാരുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായിട്ടുണ്ടായിരിക്കാം. ശരി, നമുക്കിനി അതിഥികളിലേക്ക് പോകാം. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്ന് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. അത് കഴിഞ്ഞ VD സതീശനെ കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച ദിവസം കേരളത്തിലെ BJP നേതാക്കൾ, കേരളത്തിലെ BJP ഘടകം ചെറിയ രീതിയിലെങ്കിലും ഹൈക്കമാൻഡ് മുസ്ലിം ലീഗാണ്, തങ്ങളാണ്, ജമാഅത്തെയാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം ആരംഭിച്ചിരുന്നു. അപ്പം ഇന്ന് തങ്ങളെ കണ്ടിരുന്നു VD സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി. അതിനുശേഷം VD സതീശൻ നടത്തിയ പ്രതികരണത്തിലേക്ക്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ UDF രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം കൂടിയാണ്. ഞങ്ങൾ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ ടീം UDF ആയിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെയാണ് അസംബ്ലിക്കകത്തും പുറത്തും പ്രവർത്തിച്ചത്. അതിനെല്ലാം എല്ലാ പിന്തുണയും തന്ന ഒരാളാണ് അഭിവന്ദനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ്. ഞങ്ങള് സഹോദര സംഘടനകളാണ്, ചേർത്ത് നിർത്തും. ഞങ്ങളെ ചില സ്ഥാനാർത്ഥികൾക്ക് അവർക്ക് മേധാവിത്വമുള്ള സ്ഥലത്ത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ജയിപ്പിച്ച് ഇങ്ങോട്ട് തന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരുമിച്ച് ഇനിയൊരു വർക്കുണ്ട്. ഈ നാടിനെ മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടീമായി ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരാളും വരണ്ട. അതിനൊക്കെയുള്ള നല്ല ചുട്ട മറുപടി അപ്പൊ കിട്ടും. അഡ്വക്കേറ്റ് ഷിബു മീരാൻ,
മുസ്ലിം ലീഗിനെ പഴിചാരാൻ ചില വാചകങ്ങളൊക്കെ പ്രത്യേകിച്ച് BJP ചില സംഘടനകൾ സാമുദായിക സംഘടനകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അവർക്കെല്ലാമുള്ള മറുപടിയാണോ VD സതീശന്റെ ഈ പ്രതികരണം? തീർച്ചയായും ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പം മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ അനാവശ്യമായ അവർക്ക് ഒരു കാര്യമില്ലാതെ ഇതിനകത്ത് ഇടപെട്ട് അഭിപ്രായം പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഈ UDFന്റെ വലിയ വിജയത്തിന് നേരെ കല്ലെറിഞ്ഞിട്ട് അവരൊക്കെ ഓടി സമുദായങ്ങളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇത്തരം പ്രതികരണങ്ങളോടൊക്കെ അതേ നാണയത്തിൽ മറുപടി പറയുന്ന ഒരു രീതി എതിർഭാഗത്ത് നിൽക്കുന്ന UDFന്റെ നേതാക്കന്മാർ കൂടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇതാകെ മലീമസമാകുന്ന കേരളത്തിൽ വർഗീയ ധ്രുവീകരണത്തിന് കാത്തിരിക്കുന്ന ആളുകൾക്ക് അവസരമാകുന്ന നിലയിലേക്ക് അത് മാറിപ്പോകുമായിരുന്നു. അവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഇപ്പോൾ ഈ കേരളത്തെ വരാനിരിക്കുന്ന 5 വർഷക്കാലം കേരളത്തെ നയിക്കുക എന്ന നിയോഗം ഏറ്റെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇന്നലെയും ശ്രദ്ധിച്ചൊരു കാര്യം, ഇന്നലെ ഈ തിരുവനന്തപുരം നഗരത്തിൽ പാളയം ഇമാമിനെയും സ്വാമി ഗുരുജാബസിയെയും ഒക്കെ ചേർത്തെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വിദ്വേഷരഹിതമായ ഒരു കേരളം സൃഷ്ടിക്കും എന്നാണ്. ആ നിലയിൽ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിലൊരു കേരളം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് നിലയുറപ്പിക്കുക എന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്മൂത്ത് റണ്ണിങ്ങായി UDFന്റെ മന്ത്രിസഭാ രൂപീകരണം നടക്കുന്നു എന്ന് പിന്നെ ആര്യയും അതേപോലെ തന്നെ അഭിലാഷും ഒക്കെ സൂചിപ്പിച്ചു. ഇതെന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് അതിര് കടന്ന് എന്തെങ്കിലും ആവശ്യപ്പെടുകയോ അതല്ലെങ്കിൽ ലീഗിന് അർഹമായത് എന്തെങ്കിലും ഒരു അവസരം കാത്ത് പിടിച്ചു വെക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് താരതമ്യേന വേഗത്തിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ജനവിധിയെ മാനിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വിദ്വേഷരഹിതമായ വികസന മുന്നേറ്റങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന ഒരു കേരളം തീർക്കാൻ ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ മനോഹരമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയാണുള്ളത്. നന്നായി തന്നെ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന പ്രതീക്ഷ ഈ അവസരത്തിൽ ഞങ്ങളെല്ലാം പിന്നെ നന്നായി പങ്കുവെക്കുന്നുണ്ട്. ആര്യ. ശരി, ശ്രീ V കുഞ്ഞികൃഷ്ണൻ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കണ്ണൂരിലൊക്കെ പാർട്ടി കോട്ട ഇളക്കുക അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. താങ്കൾ അത് സാധ്യമാണ് എന്ന് രാഷ്ട്രീയ കേരളത്തിന് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ്. എനിക്ക് ഓർമ്മയുണ്ട് മെയ് 4-ാം തീയതി വോട്ടെണ്ണലിന്റെ ദിവസം 6:30 മണിക്ക് താങ്കളുടെ ആദ്യ പ്രതികരണം വന്നിരുന്നു. അപ്പം ഞാൻ കേട്ടു, ജയിക്കണമെന്ന് ആഗ്രഹിച്ചല്ല മത്സരിച്ച്, പക്ഷേ ചില കാര്യങ്ങൾ പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പാർട്ടിയിൽ നിന്ന് പറഞ്ഞിട്ട് താങ്കളുടെ വാക്കുകൾക്ക് വില കിട്ടിയില്ല, അതുകൊണ്ട് മാത്രം മത്സരിക്കുന്നു. ജയിക്കണമെന്നോ MLA ആകണമെന്നോ എന്നുള്ളതായിരുന്നില്ല താങ്കളുടെ ആഗ്രഹം. ഇന്ന് നോക്കൂ, താങ്കൾ അന്ന് ഉയർത്തിയ ശബ്ദം അത് പാർട്ടിയിൽ നിന്ന്, പാർട്ടിയുടെ പല ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരികയാണ്. അത് കണക്കുകൾ ചോദിക്കുന്നുണ്ട്, ഏകാധിപത്യ പ്രവണതയെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഉയർത്തിയ ആ ശബ്ദം ഇന്ന് പലരും ഏറ്റെടുക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ പാർട്ടിക്കുള്ളിൽ സഖാക്കളെ ഏറ്റെടുക്കാൻ സന്നദ്ധമായി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് CPMൻ്റെ ഉരുക്കുകോട്ടയായ പയ്യന്നൂരിലെ എൻ്റെ വിജയം. അതോടൊപ്പം തന്നെ പയ്യന്നൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം എന്ത് അവലോകനമാണ് നടത്തിയത് എന്നെനിക്കറിയില്ല. പക്ഷേ ഈ പരാജയത്തെക്കുറിച്ച് അതിശക്തമായ വിമർശനങ്ങളും ചർച്ചകളും പാർട്ടി ഘടകങ്ങളിൽ ഉയർന്നു വരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. വീഴ്ചകൾ പരിശോധിച്ച് തിരുത്തും എന്നാണ് പാർട്ടി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എത്രത്തോളം ആ തിരുത്തലിന് വിധേയമാകും എന്നിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ അണികൾ, പാർട്ടി മെമ്പർമാർ, കീഴെ കമ്മിറ്റികളിലെ സഖാക്കൾ ഈ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിലയിൽ ചർച്ചയ്ക്ക് സന്നദ്ധമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ചിലർ പറഞ്ഞു കേൾക്കുന്നത് പയ്യന്നൂരിലെ LDFൻ്റെ സ്ഥാനാർത്ഥിത്വം തെറ്റായിപ്പോയി എന്നിപ്പോൾ ബോധ്യപ്പെടുന്നു എന്നാണ്. ഇതിന്ന് ബോധ്യപ്പെടേണ്ട കാര്യമല്ല, നേരത്തെ തന്നെ ബോധ്യപ്പെടേണ്ട കാര്യമായിരുന്നു. കാരണം നേതൃത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രശ്നങ്ങളുടെ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് പോകാൻ കഴിയേണ്ടവരാണ്. പക്ഷെ അത് കഴിയുന്നില്ല.
എന്നതാണ് ഇപ്പോൾ ഈ അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിശക്തമായ എതിർപ്പ് കമ്മിറ്റികളിൽ ഉയർന്നു വന്നിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ തത്വം എന്ന് പറയുന്നത് ഉൾപാർട്ടി ജനാധിപത്യവും ജനാധിപത്യ കേന്ദ്രീകരണവുമാണ്. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഉൾപാർട്ടി ജനാധിപത്യത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൽ ഉറച്ചു നിന്ന് അധികകാലം പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതൊരു ഏകാധിപത്യ രീതിയാണ്. ഉൾപാർട്ടി ജനാധിപത്യം എന്നത് പാർട്ടി സഖാക്കൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശം മാത്രമല്ല, ആ അഭിപ്രായങ്ങളെ മാനിക്കാനുള്ള ഉത്തരവാദിത്വം നേതൃത്വത്തിനുണ്ട് എന്നത് കൂടിയാണ്. എല്ലാവരും അഭിപ്രായം പറഞ്ഞ് അതൊന്നും പരിഗണിക്കാൻ നേതൃത്വം സന്നദ്ധമാകാതിരിക്കുകയും ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അധികാരമുണ്ട്, അതുകൊണ്ട് ഇത് നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണം എന്ന അടിച്ചേൽപ്പിക്കൽ നയം, അതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നത്. പയ്യന്നൂരിലെ വിഷയം മാത്രമല്ല, തളിപ്പറമ്പിലും അതേ നിലപാടാണ്. പലയിടത്തും അത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പാർട്ടി തിരുത്തൽ വരുത്തും എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി സഖാക്കളുടെ അഭിപ്രായം പരിഗണിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻകാലങ്ങളിൽ അതിന് തയ്യാറായിരുന്നു. ജനങ്ങളിൽ നിന്നും മെമ്പർമാരിൽ നിന്ന് കമ്മിറ്റികളിൽ നിന്ന് ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ച് എടുത്ത തീരുമാനം മാറ്റിയ ചരിത്രം CPM-നകത്തുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു തരം പിടിവാശിയാണ്, അഹങ്കാരമാണ്. ആ പിടിവാശിയും അഹങ്കാരവുമാണ് പാർട്ടിയെ ഈ നിലയിൽ വലിയ പരാജയത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരു തിരുത്തൽ വരുത്താൻ അവർ സന്നദ്ധമാകും എന്നാണ് കരുതുന്നത്. സന്നദ്ധമായാൽ നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ശരി, ശ്രീ ജിൻഡോ ജോൺ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു, ശരിയാണ്. കാരണം 3 പേരും അർഹരാണ്, 3 പേരും യോഗ്യരാണ്. അപ്പോൾ സമയമെടുത്തു. പക്ഷേ ജനവികാരം കൂടി പരിഗണിച്ചൊരു തീരുമാനത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിപ്പം 24 മണിക്കൂർ തികഞ്ഞില്ല. ഈ മന്ത്രിസഭാ രൂപീകരണം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലാണ്. പൊട്ടിത്തെറികൾ ഒന്നുമില്ല. അപ്പം ഇത്രയും സ്മൂത്ത് സെയിലിംഗ് പ്രതീക്ഷിച്ചിരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ താങ്കൾ? അല്ല, ഞങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണല്ലോ. ഞങ്ങൾക്ക് അത്രയും സന്തോഷം നൽകുന്ന കാര്യമാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇട നൽകാതെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഊഹാപോഹങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കാതെ അത്രയും എളുപ്പത്തിൽ മന്ത്രിസഭ ചർച്ചകൾ പുരോഗമിക്കുന്നു, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ ചുമ്മാ ഇരുന്ന് സമയം കളയാന്നല്ലാതെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ, UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ആത്മാഭിമാനം കിട്ടുന്ന ഒരു സമയമാണ്, സന്തോഷകരമായ സമയമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു മന്ത്രിസഭയായിരിക്കും അധികാരം ഏൽക്കാൻ പോകുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്ന, എല്ലാ സംഘടനകളെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മന്ത്രിസഭയായിരിക്കും. മന്ദിരങ്ങളൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കിടക്കുന്ന ഗേറ്റുകളുള്ള മന്ദിരങ്ങളായിരിക്കും. എല്ലാ സാധാരണക്കാർക്കും ആക്സസിബിൾ ആയിട്ടുള്ള മന്ത്രിമാർ കേരളത്തിലുണ്ടാകും. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നമ്മളിതെല്ലാം കാണാൻ പോവുക. ഇത് ഞങ്ങൾ വലിയൊരു പ്രചരണം കൊടുത്ത് അതിന് അങ്ങനെ ആ രീതിയിൽ ഘോഷിക്കുന്നില്ല. അത് ആളുകൾ അവരുടെ അനുഭവത്തിൽ നിന്ന് വിലയിരുത്തട്ടെ, അവരുടെ ജീവിതാനുഭവങ്ങളിൽ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നമ്മളൊരു 10 വർഷക്കാലത്തെ ഒരുപാട് യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു ജനതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചില മാറ്റങ്ങളുടെ സൂചനയാണ് ഈ മന്ത്രിസഭാ ചർച്ചയുമായി ബന്ധപ്പെട്ട അതിവേഗത്തിൽ പൂർത്തിയാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് മുഖം തരാതെ മിണ്ടാതെ പോയ രമേശ് ചെന്നിത്തലയുണ്ട്. ഇനിയും എന്നെ പിച്ച് ചീന്തണോ നിങ്ങൾക്കെന്ന് ചോദിച്ച KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. പക്ഷേ 2ാം ദിവസം എല്ലാ തർക്കങ്ങളും എല്ലാ പിണക്കങ്ങളും മാറി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീം UDF-നെയാണ് കാണാൻ കഴിയുന്നത്. ഈ സമീപകാല ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇത്രയും ഇഴയെടുപ്പമുള്ള ഒരു UDF-നെ കണ്ടിരുന്നോ?
തീർച്ചയായിട്ടും ആര്യ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ പറ്റില്ല. അതായത് വല്ലാത്തൊരു ഇഴയടപ്പവും വല്ലാത്തൊരു ഒരു 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 കോടിയൽ ആയിട്ടുള്ള ഒരു സമീപനം എന്തായാലും ഇത് കാണാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ സ്വാഭാവികമായിട്ടും വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേര് നിൽക്കുമ്പോൾ അതിൽ ആരെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ പരിഗണിക്കേണ്ടി വന്നു. അതെല്ലാവരുടെ അഭിപ്രായം ആരാഞ്ഞൊടുവിൽ ഞാൻ വിചാരിക്കുന്നു ഏറ്റവും അർഹമായ കൈകളിലേക്ക് ആ സ്ഥാനം എത്തിയെന്നാണ്. ഒരുപക്ഷെ ചിലർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഏതായാലും ഹൈക്കമാൻഡ് ജനവികാരം മാനിച്ചു. അതും ഒരു ചരിത്രമാണ്. അതായത് എല്ലാ അർത്ഥത്തിലും ഒരു ജനങ്ങളെ അംഗീകരിച്ച് കേരളത്തിന്റെ പൊതുവികാരം മാനിച്ച് ആ രീതിയിലൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് സംഭവിച്ചു. അതിനുശേഷം യഥാർത്ഥ പോരാട്ടം ഇനി വേറെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പലർക്കും പലരെയും ഒതുക്കാനുണ്ട്. ആ രീതിയിൽ മന്ത്രിസ്ഥാനം വരുമ്പോൾ എന്തൊക്കെ പോരാട്ടങ്ങൾ ആരെയൊക്കെ വെട്ടും എന്നുള്ള ഒരുപാട് ആശങ്കകളും അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച് 2 പകലുകൾ തീരുമ്പോഴേക്കും തന്നെ ഏതാണ്ട് തീരുമാനമാകുന്നു. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ. മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് 21 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ഘടകകക്ഷികളുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. നല്ല തുടക്കമാണ്. ഏതാണ്ട് ഇപ്പം മന്ത്രിമാരായിട്ട് നമ്മൾ കേൾക്കുന്ന ആളുകൾ ആരും മോശക്കാരല്ല. എല്ലാവരും തന്നെ അതിന് അർഹതയുള്ളവരാണ്. അവരാരുടെ കൂടെയാണ്, ആരുടെ കൂടെ അല്ല എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ഗൗരവമുള്ള കാര്യമല്ല. പക്ഷെ അവരൊക്കെ കാലങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം വ്യക്തിത്വവും സ്വന്തം കഴിവുകളും ഒക്കെ തെളിയിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാരാണെങ്കിലും ലീഗിൽ നിന്നുള്ള മന്ത്രിമാരും ഒക്കെ പലവട്ടം തെരഞ്ഞെടുക്കപ്പെട്ട് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾ CP ജോണും അതുപോലെ ഇപ്പോൾ ചെറിയൊരു അസംതൃപ്തി ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ 1-2 മന്ത്രിമാരുടെ കാര്യത്തിൽ കൂടി ഒരു തീരുമാനം എടുക്കാൻ ബാക്കിയുണ്ടാവും. അത് ചില സാമുദായിക പ്രാതിനിധ്യങ്ങളെ സംബന്ധിച്ച ചില തർക്കങ്ങൾ, ചില കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ അതുകൂടി പരിഗണിച്ച് വേണ്ടി വരും അവരെ കൂടി തെരഞ്ഞെടുക്കാൻ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അല്പസമയം കൂടി എടുത്തേക്കാം. ലീഗിനും ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കാനുണ്ട്. അതിലും പ്രഖ്യാപനം. പക്ഷെ ഒരല്പം അപശ്രുതി ഉള്ളത് കേരള കോൺഗ്രസ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് ഇപ്പോഴും 2 മന്ത്രിമാർ വേണം. ഒരളവിൽ അവർ പറയുന്നതിനകത്ത് മന്യായമുണ്ട്. ഒറ്റ മന്ത്രിമാർക്കല്ല, ഒറ്റ ആയിട്ടുള്ള പാർട്ടികളിൽ ഒരേ ഒരു MLA ഉള്ള പാർട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ഒറ്റയന്മാർക്ക് പോലും ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ 7 അംഗങ്ങളോ ജയിപ്പിച്ച് 8 മത്സരിച്ച് 7 ജയിച്ച ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും 2 മന്ത്രിമാരെ വേണം എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് അനുവദിച്ചു കൊടുക്കാൻ UDF ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. 63 MLA കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിനാകപ്പെടെ 12 മന്ത്രിമാരെയാണ് 12 മന്ത്രിമാരെയാണ് കിട്ടുന്നത്. അതിലും കുറഞ്ഞ രീതിയിൽ അത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്യാബിനറ്റ് മന്ത്രിയും അത് മോൻസ് ജോസഫ് ആയിരിക്കും, ഒരാൾക്ക് ചീഫ് വിപ്പിന്റെ സ്ഥാനം ക്യാബിനറ്റ് റാങ്കോടെ അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ഈ പറഞ്ഞ ഒരു ടൈം വ്യവസ്ഥ 2.5 വർഷം വീതം 2 പേർക്കും കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ അത് നേരത്തെ മുതൽ ഘടകകക്ഷികൾ പ്രതിസന്ധി കാലത്ത് ആപത്ത് കാലത്ത് UDF ഉറപ്പിച്ചു നിന്നവരാണ്. അവർക്കെല്ലാം ഫുൾ ടൈം മന്ത്രിസ്ഥാനം കൊടുക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ അവസാന നിമിഷം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് തോന്നുന്നത്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ഒരു പരിധി വരെ നിവൃത്തിയോടെ കൊണ്ടാണ്. ഒരു ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ കഴിഞ്ഞ 2 ദിവസം കണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു എങ്ങനെയാണ് ഒരു സമവായത്തിലേക്ക് പൊരുതി നിന്ന നേതാക്കന്മാർ എങ്ങനെ സമവായത്തിലേക്ക് എത്തുന്നു എന്നുള്ളതിന്റെ മനോഹരമായൊരു കാഴ്ചയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രി എത്ര മനോഹരമായിട്ടാണ് 2 തവണ ഇടഞ്ഞു നിന്ന് രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയി. ഒരു തവണയല്ല, വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു തവണ പോയി അത്രയും നേരം സംസാരിച്ചു. എന്നിട്ടും വീണ്ടും വാശി പിടിക്കുകയാണെങ്കിൽ ഇനി എന്താ വെച്ചാൽ ചെയ്യട്ടെ അദ്ദേഹം എന്ന രീതിയിലൊരു നിലപാടെടുക്കായിരുന്നു. പക്ഷെ അദ്ദേഹം ഇന്ന് വീണ്ടും പോയി. അതുപോലെ തന്നെ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ മാത്രമല്ല പാണക്കാട് തങ്ങളെ കണ്ട് നന്ദി അറിയിക്കുന്നു. അങ്ങനെ പോകാവുന്നിടത്തെല്ലാം പോയി ചെയ്യാവുന്നിടത്തോളം ആ ഒരു മഞ്ഞുരുക്കാനുള്ള എന്തെങ്കിലും പിടക്കങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ഒരു എന്താ പറയാ ഒരു സ്മൂത്ത് ബിഗിനിങ്, ഒരു നല്ല തുടക്കം അത് എത്ര കണ്ട് സാധ്യമാക്കാൻ കഴിയുമോ അത്രത്തോളം സ്വയം ആ ഒരു രീതിയിലേക്ക് ആ ഒരു അനുരഞ്ജനത്തിന്റെ സൗഹാർദ്ദത്തിന്റെ അതിന്റെ എല്ലാം ആ ഒരു സാഹോദര്യത്തിന്റെ ഒക്കെ ശൈലിയിലേക്ക് VD സതീശൻ എന്ന മുഖ്യമന്ത്രി പോകുമ്പോൾ അതൊരു നല്ല കാഴ്ചയാണ്. ഒപ്പം തന്നെ അദ്ദേഹം തുടക്കത്തിലേ പറഞ്ഞു, എനിക്ക് ഇത്രയും വലിയ പത്രാസ് വേണ്ട, എനിക്ക് ഇത്രയും വലിയ അകമ്പടി വേണ്ട, പൈലറ്റ് വേണ്ട, എനിക്ക് അത് ഞാനൊരു ചോദ്യമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പം ഈ നല്ല തുടക്കം എന്ന് എല്ലാവരും പറഞ്ഞു. അതിലപ്പുറം
ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കണ്ട കാഴ്ചയുണ്ട്. സാധാരണ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കുക, അല്ലെങ്കിൽ അത് പൊതുവെ അത് ഓർത്ത് വെക്കാറില്ല. പക്ഷേ ഇത്തവണ ഈ ജയം കഴിഞ്ഞ വി.ഡി. സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചോര ഇവിടെ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മറക്കില്ല, അതൊരു വാചകമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ വാർത്ത വായിക്കുന്ന സമയത്താണ് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എത്തുന്നത് തിരുവനന്തപുരത്തേക്ക് വരാൻ വേണ്ടി. അവിടെ കുറേയധികം പ്രവർത്തകർ ആ സമയത്ത് അവിടെയുണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കാനും ആശംസ അറിയിക്കാം. പക്ഷെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഒരൊറ്റ വ്യക്തിയെ മാത്രമാണ്, ഫർസീൻ മജീദിനെയാണ്. ഫർസീൻ മജീദിനെ കേരളം അറിയുന്നത് വിമാനത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ക്രൂരമായി മർദ്ദിച്ച, അവരുടെ ചോര വീഴ്ത്തിയ ആളുകളോട് പൊറുക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണോ അത്? തീർച്ചയായും ഈ ജനവിധിയിൽ തന്നെ ആ രാഷ്ട്രീയ ഉള്ളടക്കമുണ്ട്. ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിനെ നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു വരുന്ന പിന്നെ എ.ഡി. തോമസ് എന്ന ചെറുപ്പക്കാരൻ, അയാളുടെ തലയടിച്ച് പൊട്ടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. കെ.ഡി. തോമസിന്റെ കയ്യിലുണ്ടായിരുന്നത് ആകെ ഒരു കറുത്ത തുണിയാണ്. എന്നെ കൊല്ലാൻ ശ്രമിച്ചു, എൻ്റെ കഴുത്തിൽ പിടിച്ച് വിരിച്ചെന്നൊക്കെ പറഞ്ഞ് വധശ്രമത്തിന് കേസുണ്ടാക്കി KSU പ്രവർത്തകരെ പിന്നെ എവിടെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരോഗ്യമന്ത്രി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു കേസ്. ഞങ്ങളുടെ കുട്ടികൾ MSFകാർ യൂത്ത് ലീഗർ എത്രയോ വട്ടം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. മർദ്ദനം എന്ന് വെച്ചാൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് കരിങ്കൊടി കണ്ടാൽ ഹാലിളകുന്ന, പിന്നെന്താണ് കാരണഭൂതൻ എന്നൊക്കെ സ്വയം വിളിക്കുന്ന ആൾദൈവ തുല്യമായി CPM അവരുടെ ആൾത്താരയിൽ പ്രതിഷ്ഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിഗ്രഹം കേരളം ഭരിക്കുമ്പോൾ ഒന്ന് കൗതുകത്തോടെ പറഞ്ഞാൽ പോൾപോട്ടും ചെഷസ്ക്യുവും സ്റ്റാലിനും ഒക്കെ പിണറായി വിജയന്റെ ശരീരത്തിലും മുഖഭാഷകളിലുമൊക്കെ ഇങ്ങനെ മാറി പരകായ പ്രവേശം നടത്തി ഒരു ഏകാധിപത്യത്തിന്റെ സ്വഭാവത്തിലേക്ക് അദ്ദേഹം പോകുമ്പോൾ കേരളം കണ്ട കാഴ്ചകളുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സഖാവ് വി കുഞ്ഞികൃഷ്ണൻ, ഒരു പുരുഷായുസ് മുഴുവൻ നമ്മളെന്ന് വെച്ചാൽ CPM പ്രവർത്തകർ, രക്തസാക്ഷികളുടെ ഗ്രാമം എന്നാഘോഷിക്കുന്ന പയ്യന്നൂരിൽ ചെങ്കുടി ഉയർത്തിക്കെട്ടാൻ ഒരു പുരുഷായുസ് മുഴുവൻ ചെലവഴിച്ച മനുഷ്യനാണ്. ആ പാർട്ടിക്ക് പുറത്തു വന്നിപ്പോൾ CPMന്റെ ഈ പുതിയ കാലത്തെ ഈ പിന്നെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ സംസാരിച്ചുകൊണ്ട് നമുക്ക് നടുവിൽ നിൽക്കുന്നു. അപ്പോൾ ആ ഏകാധിപത്യത്തിനെതിരെ നിലയുറപ്പിക്കാൻ കേരളം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മാൻഡേറ്റാണിത്. സ്വാഭാവികമായും ഒരു കാരണവുമില്ലാതെ കണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി ഒന്ന് രസിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളുടെ കുട്ടികളെ തെരുവിൽ തല്ലിയിട്ടുണ്ടെങ്കിൽ നിയമപരമായി മാത്രം ഏതെങ്കിലും നിലക്ക് അവരെ വെല്ലുവിളിക്കാനോ ആക്രമിക്കാനോ ഒന്നുമില്ല. നിയമം അനുവദിക്കുന്ന രൂപത്തിൽ അന്ന് ലഭിക്കാതെ പോയ നീതി, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏകാധിപതിയെ പോലെ വാണിരുന്ന ഒരാൾ കേരളത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആ കുട്ടികൾക്ക് ലഭിക്കാതിരുന്ന സ്വാഭാവിക നീതി അമിതമായിട്ട് അവർക്ക് എന്തെങ്കിലും പിടിച്ചു വാങ്ങിക്കൊടുക്കും എന്നല്ല, ഈ പോലീസുകാർ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്നല്ല, നിയമപരമായി ലഭിക്കേണ്ടുന്ന നീതി അവർക്ക് ഉറപ്പാക്കുന്ന സമീപനങ്ങൾ പിന്നെ ഞങ്ങൾക്കുണ്ടാവും. അക്കാര്യത്തിൽ UDF കുറെ കൂടി ഓർമ്മശക്തി ആർജിച്ചെടുത്തിട്ടുണ്ട് എന്നൊരു സന്ദേശമാണ് ബോധപൂർവം അദ്ദേഹം നൽകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ അർത്ഥത്തിൽ ഒരു പുതിയ ഒരു വൈബിലേക്ക് കേരളത്തെ കൊണ്ടുപോകുമെന്ന സന്ദേശം വളരെ കൃത്യമായി തന്നെ ഈ ദിവസങ്ങളിലൂടെ അദ്ദേഹം നൽകുന്നത് നമുക്കെന്നല്ല കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വലിയ പ്രതീക്ഷ നൽകുന്നു. ഇത് മാത്രമല്ല, ഇപ്പോൾ ആശാ തൊഴിലാളികൾ ഇന്ന് അദ്ദേഹത്തെ ചെന്ന് കാണുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. ഇതേ തിരുവനന്തപുരം നഗരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിന്റെ വെളിപ്പാട് അകലെയാണ്. 300 ദിവസം മുടിമുറിച്ചും മൃതശരീരങ്ങളെ പോലെ കിടന്നും മുട്ടുകുത്തി നിന്നുമൊക്കെ ആ സ്ത്രീകൾ സമരം ചെയ്തത്. ഒരു ചർച്ചയ്ക്ക് പോലും ആ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങിയ ആ സ്ത്രീകൾക്ക് നടുവിലേക്ക് വരാൻ പിണറായി വിജയൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് 10ാം വർഷം പിണറായി വിജയന് അധികാര കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ആ ആശമാരെ കാണാനും കേൾക്കാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തയ്യാറാകുന്നത്. എന്ന് വെച്ചാൽ ഒരു പുതിയ ഒരു മാറ്റം കേരളത്തിൽ ഇവിടെ നിന്ന് സംഭവിക്കും എന്ന വി.ഡി. സതീശൻ എന്ന പേരിനെ ചുറ്റിപ്പറ്റി ഈ മന്ത്രിസഭയെ ചുറ്റിപ്പറ്റി കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷയോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിയും എന്ന് നമുക്കൊക്കെ വിശ്വസിക്കാവുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് ഈ ദിവസങ്ങളിൽ അദ്ദേഹം നടത്തുന്നത്. നന്നായി തുടങ്ങിയിരിക്കുന്നു, മനോഹരമായി അത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ മുസ്ലിം ലീഗും പ്രതീക്ഷിക്കുന്നത്. ആര്യ, ശരി. ശ്രീ ജിൻഡോ ജോൺ, ഇപ്പം എ.ഡി. തോമസിന്റെ കാര്യം പറഞ്ഞു. അതിനപ്പുറം നമുക്ക് CPM മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ദിവസം തന്നെ പ്രതിപക്ഷ നേതാവിനെയും തീരുമാനിച്ചു. അത്ഭുതങ്ങളില്ല, പിണറായി വിജയൻ തന്നെയാണ് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരുന്നത്. ഇന്ന് ഇപ്പോൾ PBയിൽ പോളിറ്റ് ബ്യൂറോയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നില്ല, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിലേക്ക് വരുമ്പോൾ നോക്കൂ, പത്തനംതിട്ടയിൽ നിന്ന് ഇന്ന് കേട്ട വിവരം പിണറായിയെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ഉയരുകയാണ്. കണ്ണൂരിൽ നിന്ന് നോക്കൂ, ഇപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ പറഞ്ഞ് MV ഗോവിന്ദന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയത് സംസ്ഥാനത്തുടനീളം അത് ബാധിച്ചു എന്ന ശബ്ദങ്ങൾ ഉയരുകയാണ്. ഇവിടെ വി.ഡി. സതീശനെ ജനങ്ങളുടെ ഹൈക്കമാൻഡ് തീരുമാനിച്ച മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോഴും ഇടതുപക്ഷത്തിന് കഴിയാതെ പോകുന്നുണ്ടോ?
അല്ല ആര്യ, നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒന്ന്, പ്രതിപക്ഷ നേതാവായിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞതിൽ അത്ഭുതമില്ല എന്നുള്ള താങ്കളുടെ പ്രയോഗം കറക്റ്റാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. അവർക്ക് അതിനപ്പുറത്തൊരു നേതാവില്ല. ഇപ്പോൾ ജയിച്ചിരിക്കുന്ന LDFന്റെ 35 MLA-മാരിൽ CPM-ന്റെ MLA-മാരിൽ ഞാൻ മനസ്സിലാക്കുന്നത് 10-26 പേരുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരം പേരിൽ ആരാണ് പിണറായി വിജയൻ അല്ലാതെ പ്രതിപക്ഷ നേതാവാകാൻ ഉള്ളത്? ആരുമില്ല. അതായത് പിണറായി വിജയന്റെ 10 വർഷക്കാലം കൊണ്ട് CPM-നും കേരളത്തിലെ LDF-നും സംഭാവന ചെയ്തത്, അതായത് പിണറായി വിജയന് ശേഷം ശേഷിയുള്ള ഒരു നേതാവിനെ വാർത്തെടുക്കാൻ പോലും ആ സംഘടനയ്ക്കും മുന്നണിക്കും കഴിയാതെ പോയി. അതുകൊണ്ടാണ് 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് ഫ്ലെക്സ് വെച്ച് തോറ്റു തൊപ്പിയിട്ട് വാടക വീട്ടിലേക്ക് പോയ പിണറായി വിജയനെ വിളിച്ചു കൊണ്ടുവന്ന് കന്റോൺമെന്റ് ഹൗസിലിരുത്തി പ്രതിപക്ഷ നേതാവാക്കി അവർ വാഴിക്കുന്നത്. മറിച്ചൊരു നേതാവിനെ കാണാനില്ല. അവർ ഫ്ലെക്സിൽ എഴുതി വെച്ചത് കറക്റ്റാ. മറ്റാരുണ്ട് പിണറായി വിജയൻ അല്ലാതെ? മറ്റാരുമില്ല. ഒരു കൊള്ളാവുന്ന നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പോൾ SFI-ക്കാർ പറയുന്ന 10 വർഷം മിണ്ടാതിരുന്ന ഞങ്ങൾ ഇനി മിണ്ടുവെന്നാണ്. 10 വർഷക്കാലം SFI, DYFI, CPM പോലെയുള്ള സംഘടനകൾ, സമര സംഘടനകളെന്ന് അഭിമാനിച്ചിരുന്നവർ സമരം മറന്ന് പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാരായിട്ട് സംഘങ്ങളായി മാറിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പത്തനംതിട്ടയിലെയും കണ്ണൂരിലെയും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പിണറായി വിജയന്റെ തെറ്റുപറ്റിപ്പോയി, പാർട്ടി സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത് തെറ്റായിപ്പോയി, തിരുത്തൽ വേണമെന്നൊക്കെ പറയുന്നു. ഞാൻ അതിലൊരു ആത്മാർത്ഥതയുണ്ടെന്ന് വിചാരിക്കുന്നില്ല ആര്യ. അതിലെന്താ കാരണം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ സങ്കടങ്ങളും വിലാപങ്ങളും വിളിച്ചു പറഞ്ഞപ്പോൾ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിച്ച് ഓംബ്ര ഓംബ്ര എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് ഇപ്പോൾ തിരുത്താൻ വേണ്ടി പിണറായി വിജയൻ മാത്രമാണ് ഒറ്റ പ്രതി എന്ന് പറയുന്നത്. പിണറായി വിജയൻ മാത്രമല്ല ഈ കേസിൽ ഒറ്റ പ്രതി. പിണറായി വിജയൻ ഏകാധിപതിയായി തുടർന്നപ്പോൾ സർവ്വ തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളും ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ അതിന് മുദ്രാവാക്യം വിളിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് അതിനെ എതിർക്കുന്ന മനുഷ്യരെ ആക്ഷേപിച്ച മുഴുവൻ ആളുകളും ഏകാധിപത്യ മനസ്സുള്ളവരാണ്. അതിനെതിർത്ത് പുറത്തു വന്നതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള മനുഷ്യർ അത്ര ശാന്തമായിട്ടാണ് കേരളത്തിന്റെ നിയമസഭയിലേക്ക് പോകുന്നത്. ഒരു ബഹളങ്ങളുമില്ലാതെ, ആൾക്കൂട്ട അക്രമം നടത്താതെ, ആളുകളെ വെട്ടിക്കൊല്ലാതെ, ആളുകളെ ആക്രോശിക്കാതെ ശാന്തനും സ്വസ്ഥവുമായിട്ട് ആ മനുഷ്യൻ നിയമസഭയിലേക്ക് പോകുന്നില്ലേ? പയ്യന്നൂരിൽ നിന്ന്, TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന്, അമ്പലപ്പുഴയിൽ നിന്ന് G സുധാകരനൊക്കെ നിയമസഭയിലേക്ക് പോകുന്നത്, അത് കൊടുക്കുന്നത് ആ പാർട്ടിക്കകത്ത് വിശ്വസിച്ച് നിന്ന മനുഷ്യരുടെ ആത്മാഭിമാനം അടിയറവ് വയ്ക്കാത്ത കുറെ മനുഷ്യർ ഇവരെ പിന്തുണച്ചത് കൊണ്ടാണ്. കോൺഗ്രസ്സുകാരനെ മാത്രം വോട്ട് കൊണ്ടല്ല. എന്നിട്ടും ഇവർക്കെതിരെ മത്സരിച്ച രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവർക്കടക്കം വീണ്ടും ചിഹ്നത്തിൽ നോക്കി മാത്രം വോട്ട് ചെയ്ത മനുഷ്യർ ഇന്ന് പിണറായി വിജയൻ മാത്രമാണ് ഒറ്റ പ്രതി എന്ന് പറയുന്നതിൽ ഒരു ആത്മാർത്ഥതയും ഞാൻ കാണുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ അടക്കമുള്ള ജില്ലാ കമ്മിറ്റി അംഗം അടക്കമുള്ള മുൻ MLA അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടന്നിട്ട് അതിനെ ന്യായീകരിച്ച CPM-ന്റെ സഖാക്കന്മാർ ഇന്ന് പിണറായി വിജയൻ മാത്രമാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആത്മാർത്ഥതയില്ലാത്തൊരു കൂട്ടമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം CPI-യുടെ നേതാക്കന്മാർ തിരുത്തൽ വരുത്തും എന്നൊക്കെ പറയുന്നു. ഇവരെവിടെയായിരുന്നു 10 വർഷക്കാലം? അല്പം മുമ്പ് ഷിബു മീരാൻ ഓർമ്മപ്പെടുത്തിയില്ലേ ആശാവർക്കർമാരുടെ കാര്യം? ആ പാവപ്പെട്ട സ്ത്രീകൾ 266 ദിവസം സെക്രട്ടേറിയറ്റിന് പുറത്ത് മഞ്ഞും മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തപ്പോ മഴയത്ത് വലിച്ചു കെട്ടി ടാർപോളിൻ ഷീറ്റ് വെട്ടിക്കളഞ്ഞ ആഭ്യന്തര വകുപ്പിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന തിരക്കിലായിരുന്നു CPI അടക്കമുള്ള ഘടകകക്ഷികൾ. ആ പാവപ്പെട്ട മനുഷ്യർ ഈ ആരോഗ്യ കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് സകല പണിയും എടുത്ത് 10-21 മണിക്കൂർ പണിയെടുത്ത് കഷ്ടപ്പെട്ടവർ അവരുടെ നിത്യ ചെലവിനുള്ള തുക ചോദിച്ച് സമരം ചെയ്തപ്പോൾ അവരെ കാണാതെ തിരിഞ്ഞു നോക്കാതെ പോയ ആളുകൾ പിണറായി വിജയൻ മാത്രമല്ല, ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും. ഇവരെ ആക്ഷേപിച്ചത് പിണറായി വിജയൻ മാത്രമല്ല, CPM-ന്റെ CIT-ന്റെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ തിരുത്തൽ വരുത്തേണ്ടത് ഒരു സംവിധാനത്തിന് മൊത്തമാണ്. ആ സംവിധാനം മൊത്തം തിരുത്തൽ വരുത്തുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല ഒരു ഇടതുപക്ഷ സംസ്കാരം കേരളത്തിൽ ഉണ്ടാകുള്ളൂ. അതിന് പകരം മന്ത്രിസഭ അധികാരം ഏൽക്കുന്നതിന് മുമ്പേ കേരളത്തിന്റെ തെരുവുകൾ സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇനി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പോലീസുകാരുടെ മെക്കെട്ട് കയറാൻ വരുന്ന, സ്വിച്ചിട്ടാൽ അപ്പ വരുന്ന സമര സംഘടനയായിട്ടല്ല ഇവർ വരേണ്ടത്. തിരുത്തൽ വരുത്തേണ്ടത് ആത്മപരിശോധന നടത്തിക്കൊണ്ടാണ്. ഓരോ CPM-കാരനും ഇന്നും CPM-ൽ അടിയുറച്ച് നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഓരോ CPM-കാരനും ഒറ്റയ്ക്കെങ്കിലും ഒന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്നും ചോദിക്കണം, ഞാൻ എന്തായിരുന്നു എന്റെ നിലപാടെന്ന് കഴിഞ്ഞ 10 വർഷക്കാലം? പിണറായി വിജയനെ പിന്തുണയ്ക്കാനല്ലാതെ ജനാധിപത്യപരമായിട്ട് ആ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാൻ ആർക്കെങ്കിലും ശേഷി ഉണ്ടായിരുന്നോ? അങ്ങനെ ശേഷിയുണ്ടായിരുന്ന മനുഷ്യരാ ഈ നമ്മളൊപ്പം ചർച്ചയ്ക്ക് ഇരിക്കുന്ന കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അതുപോലെയുള്ള G സുധാകരനെ പോലുള്ള മനുഷ്യർ. അവരെ കൂടി ആക്ഷേപിക്കുന്ന തിരക്കിൽ ഈ മനുഷ്യരുടെ പുസ്തകം ഏറ്റുവാങ്ങുന്നവരുടെ വീട് ആക്രമിക്കുക, വീട്ടിന്റെ പടിക്ക കൊണ്ടുപോയി റീത്ത് വെക്കുക, ബൈക്ക് കത്തിക്കുക, ആക്രമിക്കുക, പേരെഴുതിയ മതിൽ പൊളിക്കാൻ വരെ നടന്ന ആളുകൾ ഇന്ന് പിണറായി വിജയൻ ഒറ്റ പ്രതിയാണെന്ന് പറഞ്ഞ് കുറ്റവിചാരണ നടത്തുന്നതിൽ ഒരു തരത്തിലും നമുക്കൊരു ഇടതുബോധം കാണാൻ പറ്റില്ല.
ഇവർ 10 വർഷക്കാലം ഫാസിസ്റ്റിനേക്കാൾ വലിയ ഫാസിസ്റ്റ് മനോഗതിയോടുകൂടിയാണ് ഈ പിണറായി വിജയനെ പിന്തുണച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇവരിൽ ഇപ്പോഴൊരു പ്രതീക്ഷ കാണുന്നില്ല. നമുക്ക് കാണാം, പുതിയ മന്ത്രിസഭ വന്നതിന് ശേഷം ഇവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണെന്ന് കൂടി പരിശോധിച്ചിട്ട് നമുക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം അതിഥികളിലേക്ക്. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറിയും പറഞ്ഞൊരു വാചകമുണ്ട്, ഇനി നിങ്ങൾക്ക് വിമർശിക്കാം പാർട്ടിയെ, ഒരു പേടിയും കൂടാതെ ഒരു ഭയം കൂടാതെ നിങ്ങൾക്ക് വിമർശിക്കാമെന്ന്. അപ്പോൾ ഇത്രയും കാലം അതിന് കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് പോലും വിമർശിക്കാൻ ഭയമാണോ ഇപ്പോഴും? ഇപ്പം നോക്കൂ, മുഖ്യമന്ത്രിയെ തീരുമാനിച്ചപ്പോൾ ഹൈക്കമാൻഡ് കേരളത്തിലെ ജനങ്ങളുടെ വികാരം, ജനങ്ങളുടെ മനസ്സിലെ മുഖ്യമന്ത്രി ആരാണെന്നത് കൂടി പരിഗണിച്ചു, സമയമെടുത്താണെങ്കിലും. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഭരണ തുടർച്ചയെ ലക്ഷ്യമിട്ടാണ് ഇളവ് നൽകിയത് പിണറായി വിജയന്, പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോൾ ആ മുഖം മാത്രമാണ് നമ്മൾ കണ്ടത്, എന്നിട്ടും ജയിച്ചില്ല. അപ്പോൾ തോൽവിക്ക് പിണറായി വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിട്ടും ആ മുഖത്തെ മാറ്റാത്തത് ഇപ്പോഴും പാർട്ടി സമം പിണറായി എന്നൊരു ഇക്വേഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇനിയെങ്കിലും തിരുത്തൽ ഉണ്ടാകുമെന്ന്? അല്ല, അത് ഒരു വാചകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, തിരുത്തുമെന്ന് പറയുന്നതല്ലാതെ തിരുത്തൽ വരും, തിരുത്താൻ സന്നദ്ധമാകും എന്ന ഒരു പ്രതീക്ഷയും എനിക്കില്ല. കാരണം ഇതിനു മുമ്പ് 3 തവണ തെറ്റുതിരുത്തൽ രേഖ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്ത് ചർച്ച നടത്തിയിട്ടുണ്ട്. 1 തവണയല്ല, 2 തവണയല്ല, 3 തവണ. ആ ചർച്ച കൊണ്ട് ഒരു തിരുത്തലും ഈ പാർട്ടിക്കകത്ത് വന്നിട്ടില്ല. കാരണം തെറ്റ് ചെയ്തവർ തന്നെയാണ് അത് തിരുത്താതെ ഈ വിശദീകരണം നൽകുന്നത്, ഈ ചർച്ച നടത്തുന്നത്. അപ്പം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തിരുത്തും എന്ന് പറയുമ്പോൾ അപ്പം അതിനനുസരിച്ചുള്ള ചർച്ച താഴെ പ്രോത്സാഹിപ്പിക്കണ്ടേ? ഭയരഹിതമായി ചർച്ച ചെയ്യാം എന്ന് പറയുമ്പോൾ നേരത്തെ ഭയം ഉണ്ടായിരുന്നു എന്നല്ലേ പരോക്ഷമായി സമ്മതിക്കുന്നത്? ആ ഭയം വകവെക്കാതെ ചർച്ചയിൽ പങ്കെടുത്ത പലരുമുണ്ട്. അവരെയെല്ലാം ക്രൂശിക്കാനാണ് ഈ പാർട്ടി സന്നദ്ധമായത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഞാൻ തന്നെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത് ചർച്ച ചെയ്യാനുള്ള അവകാശമാണ്, അവസരമാണ്. അങ്ങനെ ചർച്ച ചെയ്താൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണ്ടേ? അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് ഉൾക്കൊണ്ട് തിരുത്താൻ നേതൃത്വം തയ്യാറാകണ്ടേ? അതല്ലാതെ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ എവിടെയാണ് ഈ പാർട്ടി തിരുത്തുക? ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിക്കുള്ളിൽ എന്തൊക്കെയോ ചർച്ച നടന്നതായി പലതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സ്വാഭാവികമായും ഒരു പുതിയ തലമുറ വരണ്ടേ? ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നേതൃത്വം വരണ്ടേ? ഇന്നാ നേതൃത്വം അങ്ങനെ വരുന്നുണ്ടോ? പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പം നടക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവായി പിണറായി നിൽക്കേണ്ടുന്ന ഒരാവശ്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ആളുകൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് പാർട്ടി ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അപ്പോൾ പുതിയ തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാനും നേതൃത്വത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുമുള്ള നിലപാട് നേതൃത്വം സ്വീകരിക്കാത്തിടത്തോളം കാലം ഇത് നന്നാവില്ല. പിണറായി പോയാൽ ഈ പാർട്ടി എന്താകും എന്നാലോചിക്കണ്ടേ? അങ്ങനെയല്ല ഇപ്പോൾ ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. പിണറായിയുടെ വാക്കാണ് അന്തിമ വാക്ക് എന്ന നിലയിലല്ല ഇന്ന് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഒരു വ്യക്തിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, അത് കലക്റ്റീവ് ലീഡർഷിപ്പാണ്, കൂട്ടായ നേതൃത്വമാണ്. കമ്മിറ്റികളിൽ ധൈര്യസമേതം അഭിപ്രായം പറയാനും ആ അഭിപ്രായങ്ങളിലെ ശരിതെറ്റുകൾ
വിശകലനം ചെയ്ത് ശരിയായ തീരുമാനത്തിലെത്തി മുന്നോട്ട് പോകാനും സാധിക്കുന്നതിന് പകരം ഒരു നേതാവ് ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ പോലും അതിനെതിരെ ഒരക്ഷരം പറയാൻ സന്നദ്ധമാകാത്തവരായി പാർട്ടി കമ്മിറ്റികളിൽ സഖാക്കൾ മാറുകയാണ്. അപ്പോൾ ഒരുതരം ഷണ്ടത്വം, ഒരുതരം അടിമത്വം അനുഭവിക്കുന്ന നിലയിലേക്ക് ഈ പാർട്ടി മാറിയിട്ടുണ്ട്. ഇതൊന്നും തിരുത്താതെ ഈ പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പ്രയോജനമില്ല. അത് പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കാൻ, പ്രയോഗത്തിൽ വരുത്താൻ നേതൃത്വം തയ്യാറായാൽ മാത്രമേ ഈ പറച്ചിൽ കൊണ്ട് കാര്യമുള്ളൂ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, അപ്പം നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്, ധനവകുപ്പ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സൂക്ഷിക്കുകയാണ്. അപ്പോൾ ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രിയാണ്, അതൊന്ന്. രണ്ട്, വളരെ സീനിയർ പൊളിറ്റീഷ്യനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നു, സ്പീക്കറായി പരിഗണിക്കുന്നു എന്ന് കേൾക്കുന്നു, പക്ഷെ അതും ഉറപ്പായിട്ടില്ല. അപ്പോൾ ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രി, തിരുവഞ്ചൂരില്ലാത്ത മന്ത്രിസഭ, ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ഇതെല്ലാം സംഭവിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാലത്തും ഒരേ മുഖങ്ങൾ തന്നെ. UDF അധികാരം കിട്ടിയാൽ ഈ മുഖങ്ങൾ തന്നെയായിരിക്കണം മന്ത്രിമാർ എന്ന് നിർബന്ധമൊന്നുമില്ല. തിരുവഞ്ചൂർ കഴിവ് പറഞ്ഞ ഒരാളല്ല, നല്ല മികച്ച മന്ത്രിയായിരുന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ച വകുപ്പുകളെല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഭരിച്ച സമയത്ത് വളരെ കൃത്യമായ നടപടികൾ എടുത്തു. നമുക്കറിയാം, TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെയൊക്കെ മല കയറി അന്നത്തെ ഓഫീസർമാരൊക്കെ അറസ്റ്റ് ചെയ്തത്. അന്ന് അദ്ദേഹം കാണിച്ച ആ ഒരു ധൈര്യവും അദ്ദേഹം അവർക്ക് കൊടുത്ത ഒരു പിന്തുണയൊക്കെ കേരളം എന്നും ഓർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു മോശം മന്ത്രിയല്ലായിരുന്നു, മിടുക്കനായ മന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് ഭരിച്ചിരുന്ന കാലത്തും അദ്ദേഹത്തിന്റെ മികവ് കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരിക്കൽ അദ്ദേഹം ഒരു മണ്ഡലത്തിലേക്ക് വന്ന് MLA ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ അവിടെ തോൽപ്പിക്കാൻ ജനങ്ങൾ ഒരിക്കലും തയ്യാറാകുന്നില്ല. അടൂർ മണ്ഡലത്തിലും അതുപോലെ തന്നെ കോട്ടയം മണ്ഡലത്തിലും ഈ മാജിക്ക് നമ്മൾ കണ്ടതാണ്. വെറും 1800 വോട്ടിനെ മറ്റാണ് അദ്ദേഹം ആദ്യത്തെ തവണ സിറ്റിംഗ് MLA ആയിട്ടുള്ള VN വാസവനോട് ജയിക്കുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോൾ 1000ങ്ങളിലേക്ക് 10000ങ്ങളിലേക്ക് അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ലീഡ് വർദ്ധിക്കുക. അദ്ദേഹം മത്സരിച്ചാൽ ജയിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്ന, ജനകീയ പ്രശ്നങ്ങളിൽ മറ്റാരും കാണിക്കാത്തൊരു ശുഷ്കാന്തിയോടെ വളരെ വളരെ തന്മയത്വത്തോടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു സ്വഭാവമുള്ള മന്ത്രിയാണ്. ചേർത്ത് പിടിക്കുന്ന ഒരു മന്ത്രിയോ MLA ഒക്കെയാണ് അദ്ദേഹം. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന് പലവട്ടം അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞു, അദ്ദേഹത്തിന് ഒരുപാട് തവണ MLA ആയി കഴിഞ്ഞു. അപ്പൊ ഇനി അദ്ദേഹത്തിന് ഇത്രയും പരിണതപ്രജ്ഞനായ ഒരാൾക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വലിയ മന്ത്രിമാരാകാൻ, പുതിയ ആളുകൾ വരാൻ, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ മറ്റ് വലിയ സാധ്യതകൾ തുറക്കുമ്പോൾ ഒരു രണ്ടാം നിരയെ വാർത്തെടുക്കേണ്ട സമയമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഇത്തവണ മന്ത്രിസഭയിൽ നിന്നൊന്ന് മാറി നിൽക്കണം, എന്നിട്ട് എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ല മിടുക്കരായ മികവുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് നല്ല സ്പീക്കറാവാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അദ്ദേഹം മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ അതൃപ്തനാണെന്ന് പറയുന്നത് സ്വാഭാവികമാണത്. ഒരു മന്ത്രിയും സ്പീക്കറുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. അധികാരത്തിൽ ഇരിക്കുന്നതിൻ്റെ ഒരു സുഖം, ആ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചവർക്ക് അത് നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷമം തോന്നും. അദ്ദേഹത്തിന്റെ ആ വേദന എനിക്ക് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു മാതൃക കാണിക്കണം. ഞാൻ അതിനകത്ത് കേട്ട ഒറ്റ പോസിറ്റീവ് കാര്യം, ഇത്രയൊന്നും പ്രായമില്ലല്ലോ, ഒരുപാട് തവണ മന്ത്രി ആയിട്ടുമില്ല, ഒരുപാട് തവണ MLA ആയിട്ടില്ല. നമ്മുടെ ഈ പറഞ്ഞ ചാണ്ടി ഉമ്മൻ ഈ ഏറ്റവും ഒടുവിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു എന്ന് കേട്ടതിന് ശേഷം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് മന്ത്രിയാവാനൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല, ഒട്ടും അത്യാഗ്രഹമില്ല. മന്ത്രി ജനങ്ങളുടെ അടുത്തേക്ക് പോകാനും ജനങ്ങളുമായിട്ട് ഇടപഴകാനും മന്ത്രിസ്ഥാനം വേണമെന്നുള്ള ഒരു തോന്നലും എനിക്കുമില്ല. എനിക്ക് മന്ത്രിസ്ഥാനം തന്നില്ലേലും ഒരു പരാതിയില്ല എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ. സത്യം പറഞ്ഞാൽ കേരളത്തിലെ പലർക്കും ഒരു മാതൃകയില്ലേ, മന്ത്രിസ്ഥാനം കിട്ടിയില്ലേ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് കരുതുന്ന, MLA കൊണ്ടൊക്കെ എന്ത് കാര്യമെന്ന് കരുതുന്നവരുടെ കൂട്ടത്തില് തേടി വന്ന മന്ത്രിസ്ഥാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്ന ചാണ്ടി ഉമ്മൻ നമ്മളെയൊക്കെ പലപ്പോഴും അമ്പരപ്പിക്കുന്നുണ്ട്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ലക്ഷോപലക്ഷം മുടക്കി പോസ്റ്ററും വേണ്ട, അതുപോലെ തന്നെ ഇതൊന്നും വേണ്ട, ഫ്ലക്സും വേണ്ട, ബോർഡും വേണ്ട, കൊട്ടിക്കലാശവും വേണ്ട എന്ന് പറഞ്ഞിട്ട് 50,000-ലധികം വോട്ട് നേടി ജയിക്കുന്ന അത്യത്ഭുതകരമായ കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പൊ വീണ്ടും അയാൾ ഞെട്ടിക്കുകയാണ്, എനിക്ക് ജനങ്ങളുടെ അടുത്തേക്ക് പോകാനും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും എനിക്ക് ഈ മന്ത്രിസ്ഥാനം ഒന്നും നിർബന്ധമില്ല, തന്നാൽ
മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ അതിലൂടെ ആ പ്രവൃത്തി ചെയ്യാനും ഞാൻ തയ്യാറാണ്, ഇല്ലേലും എനിക്കൊരു പരാതിയില്ല എന്നുള്ള വാചകം നമ്മൾ കേൾക്കുന്നു. ഏതായാലും ഈ പറഞ്ഞ തിരുവഞ്ചൂർ ഇല്ലാത്തൊരു മന്ത്രിസഭ അത് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നമാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തോട് അത്രമേൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആഭ്യന്തര വകുപ്പ് ഭരിക്കാത്ത മുഖ്യമന്ത്രിയെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അല്ല. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കുറെ കാലം. അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല തന്നെ വീണ്ടും ആഭ്യന്തര വകുപ്പിലേക്ക് വന്നു. അപ്പൊ ആഭ്യന്തരമില്ലാത്ത മുഖ്യമന്ത്രി, ആ സങ്കല്പമൊക്കെ മാറ്റണം എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ആഭ്യന്തരം ഉണ്ടെങ്കിൽ അതൊരു അധികാര ചിഹ്നമായിട്ടാണ് കാണുന്നത്. പോലീസിനെ കൈകാര്യം ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി മാത്രമേ പെർഫോം ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അതാണ് ഒരു മുഖ്യമന്ത്രി. അധികാരം അല്ല ഒരു മുഖ്യമന്ത്രിയുടെ ആഡംബരം എന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് പോലീസിനകത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസിനെ ഉപയോഗിച്ച് കേരളത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും? മര്യാദയ്ക്ക് പെരുമാറാൻ പറയാം. അവരെ കൊണ്ട് നേരത്തെ ഈ പിള്ളേരെ തല്ലിച്ചതച്ചതുപോലെ അതൊന്നും തല്ലിച്ചതയ്ക്കാതെ കുറെ കൂടി സ്നേഹപൂർവ്വം സൗഹാർദ്ദത്തോടെ പെരുമാറുന്നത് എന്ന് കരുതി വല്ലാതെ അങ്ങോട്ട് എന്താ പറയുക സാഹോദര്യം കൂടിയാലും പ്രശ്നമാണ്. അതായത് മാന്യമായി പെരുമാറുന്ന, ലോക്കപ്പുകളിൽ ഇട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കാത്ത, അന്തസ്സും ആഭിജാത്യമുള്ള പെരുമാറ്റമുള്ള, ആവശ്യത്തിലേറെ അധികാരം പ്രയോഗിക്കാത്ത, മർദ്ദന മുറകൾ പ്രയോഗിക്കാത്ത ഒരു പോലീസ് എന്നതിനപ്പുറം ഈ ആഭ്യന്തര വകുപ്പ് കൊണ്ട് കേരളത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? നേരെ മറിച്ച് ഞാൻ വിചാരിക്കുന്ന വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന പദ്ധതികൾ, ബദൽ പദ്ധതികൾ, അതുപോലെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള എന്താ പറയുക ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഈ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാം, എങ്ങനെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാം, ഒരു പുതിയ കേരളം എങ്ങനെ സൃഷ്ടിക്കാം എന്നതിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന വകുപ്പ് എന്ന് പറയുന്നത് ധനകാര്യ വകുപ്പാണ്. സത്യത്തിൽ ആ വകുപ്പ് ഭരിക്കാൻ നമുക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഏതെങ്കിലും ഒരു മന്ത്രി ഉണ്ടോ കോൺഗ്രസിനകത്ത്? ആ വകുപ്പ് ഏറ്റെടുത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത് കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആരുണ്ട് എന്നൊരു വലിയ ചോദ്യം അവിടെ ഉണ്ട്. അപ്പൊ ജിൻഡോ ജോൺ എന്നോട് ഒരുപക്ഷെ വിയോജിച്ചേക്കാം, എത്രയോ പേരുണ്ടെന്ന് പറയാം. പക്ഷെ ആ രീതിയിൽ സാമ്പത്തിക ശാസ്ത്രത്തെ സമീപിക്കുന്ന, ആ രീതിയിൽ സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളെ സമീപിക്കുന്ന ബദലുകളും അതുപോലെ തന്നെ പുതിയ ഒരു പുതുയുഗത്തിലേക്ക് കേരളത്തെ നയിക്കാൻ പോകുന്ന പ്ലാനുകൾ, പദ്ധതികൾ, അതൊക്കെയായിട്ടുള്ള ആരെയും നമ്മൾ ഇത് കാണുന്നില്ല, അധികം പേരെയൊന്നും. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം ആഭ്യന്തര വകുപ്പ് എടുക്കുന്നതിനേക്കാൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത്, ഭാവി കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലത് വി ഡി സതീശൻ എന്ന ആത്മവിശ്വാസമുള്ള, ഭാവനയുള്ള, സാധ്യതകളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള അദ്ദേഹം ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും കേരളത്തിന് നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ശരി. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പം നമ്മൾ കോൺഗ്രസിൽ ഒരുപക്ഷെ തർക്കങ്ങൾ ഉണ്ടായേക്കാം എന്ന് ഇപ്പം ലീഗിൽ 5 മന്ത്രിസ്ഥാനം എന്തായാലും ലീഗ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ന് കൂടിക്കാഴ്ച കഴിഞ്ഞ് വരുമ്പം പുഞ്ചിരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയുടെ മുഖത്ത് അതുണ്ട് തന്നെ. പക്ഷേ ഇപ്പം ആരാണ് ഈ 5 മന്ത്രിമാർ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടോ? കാരണം 5ാമത്തെ പേര് ഇപ്പം നമ്മൾ ലാസ്റ്റ് കേൾക്കുന്നത് നിയുക്ത കളമശ്ശേരി MLA പേരൊക്കെ, ആദ്യം കേൾക്കാത്ത പേരുകൾ കൂടി കേൾക്കുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ആ പട്ടിക കണ്ട് പലരും ഞെട്ടിയിരുന്നു. പല രീതിയിലുള്ള വ്യത്യസ്തമായ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, വനിതകളുടെ എണ്ണത്തിൽ, അങ്ങനെ എല്ലാ രീതിയിലും എല്ലാം സമന്വയിപ്പിച്ചൊരു സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു. അപ്പം മന്ത്രിസ്ഥാനത്തിനും പരിഗണന പല രീതിയിൽ പോകുന്നുണ്ടോ ആലോചന? അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒരു സംഘടനാ രീതി ആയിരിക്കും അറിയുന്നതാണല്ലോ. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇന്ന് തിരുവനന്തപുരത്ത് അടക്കം ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ നിരന്തരമായ കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ആ കൂടിയാലോചനകളാകെ സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലായ്പ്പോഴും ഒരു അന്തിമ തീരുമാനം എടുക്കുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ആ തീരുമാനം തങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും അത് അംഗീകരിച്ച് ആ തീരുമാനത്തിൻ്റെ പിന്നിൽ അണിനിരന്ന് പോവുക എന്നതും ഞങ്ങളുടെ സംഘടനാ രീതിയാണ്. അതുകൊണ്ട് ആശയക്കുഴപ്പത്തിൻ്റെ ഒന്നും ഒരു പ്രശ്നമില്ല. 22 MLA മാരും യോഗ്യരാണ്. അതിൽ ഏത് പേരുകളിലേക്കാണ് ഈ ചർച്ചകൾ അവസാനിക്കുക എന്നുള്ളത് തീർച്ചയായും തങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് അത് അറിയാൻ കഴിയുക. പക്ഷേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പോലെ തന്നെ ഈ ടീം വി ഡി സതീശൻ എന്ന് പറയുന്ന ആ ടീമിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്ന വകുപ്പുകൾ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭരായവരെ തന്നെ പാണക്കാട് തങ്ങൾ ചുമതല ഏൽപ്പിക്കും എന്ന ഒരു ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ആര്യ, ശരി, നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് മടങ്ങി വരാം. ചർച്ചയിലേക്ക് തിരികെ സ്വാഗതം. ശ്രീ ജിൻഡോ ജോൺ, ഈ തുടക്ക സമയത്ത് ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ സ്വാഭാവികമായും കുറേ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു.
കുറേ പരിഹാസങ്ങൾ പല മുന്നണികളുടെ ഭാഗത്തു നിന്നൊക്കെ കേട്ടിരുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് വളരെ സ്മൂത്തായി ഇപ്പോൾ പോവുകയാണ്. ഇപ്പം നമുക്കറിയുന്നത് നിങ്ങൾ മുഖ്യമന്ത്രി അടക്കം 11 പേരാണ്. അതിൽ 5 പേർ എന്തായാലും കൺഫേം ആയി കഴിഞ്ഞു എന്നുള്ളത്. നാളെ ഉച്ചയോടുകൂടി ഒരു പട്ടിക കൈമാറണം. അത് കഴിഞ്ഞ് ഇപ്പം നോക്കൂ, ഇന്നലെ കേരളത്തിലൊരു വലിയ സമരം നടന്നു. അതായത് സർക്കാർ ഉണ്ടാകുന്നതിന് മുൻപേ ആ സർക്കാരിനെതിരെ ഒരു സമരം കണ്ട പകലായിരുന്നു ഇന്നലെ. അപ്പോൾ KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അത് ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഏറ്റവും ആകർഷം ആയ വാഗ്ദാനമായിരുന്നു. അപ്പം സർക്കാർ ഉണ്ടാകുന്നതിന് മുൻപേ അതിനെതിരെ സമരം വരികയാണ്. ആ സമരത്തെയൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത്? ഒരു പ്രതിഷേധത്തിന് വേണ്ടി പ്രതിഷേധമാണോ, അതോ നിങ്ങൾ പറഞ്ഞു മെയ് 15 എന്നൊരു തീയതി പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, അപ്പം അർഹതപ്പെട്ടത് ചോദിക്കുകയാണോ അവർ? തലയ്ക്ക് വെളിവില്ലാത്ത മനുഷ്യർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതിന് നമ്മളെന്ത് മറുപടി പറയാനാണ്? പെട്രോളിന് എത്ര രൂപ വർദ്ധിപ്പിച്ചെന്ന് ഇവർക്കറിയില്ല, ഡീസലിന് എത്ര വർദ്ധിപ്പിച്ചെന്നറിയില്ല, CNGക്ക് എത്ര വർദ്ധിപ്പിച്ചെന്നറിയില്ല. ഗ്യാസ്, ഗാർഹിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ഗ്യാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാചകവാതക ഗ്യാസ്, മറ്റേ കൊമേഴ്സ്യൽ ഹോട്ടലുകളൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ആയിക്കോട്ടെ, അതിൻ്റെ വില വർദ്ധിച്ചത് ഇവർക്കറിയില്ല. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് KSRTCയിൽ കയറി ഓസിന് യാത്ര ചെയ്തിട്ട് ആ കണ്ടക്ടറുടെ കാശ് കളയാൻ നടക്കുന്നവർ വെറുതെ അല്ല ഇവരൊക്കെ മറ്റേ BJP ചെന്ന് ചേർന്നത്. ഓരോരുത്തരും എത്തുന്ന ഇടം അവർക്ക് ഏറ്റവും യോജിച്ച ഇടമാണെന്ന് അന്വർത്ഥമാക്കുന്ന ഒരു സമരമാണ്. ഇവർക്കൊന്നും യാതൊരു തരത്തിലും സാമൂഹ്യ ബോധവുമില്ല, രാഷ്ട്രീയ ബോധ്യവുമില്ല, സർക്കാരിനെ കുറിച്ചിട്ടുള്ള അടിസ്ഥാനപരമായ ബോധ്യം പോലും ഇല്ലാത്ത ആളുകളാണ്. പറ്റുമെങ്കിൽ ഈ ജന്മഭൂമിയൊക്കെ ഒന്ന് മാറ്റി കൊള്ളാവുന്ന കുറച്ച് പത്രവും വായിച്ച് ആ ജനൻ TV മാറ്റി വേറെ ഏതെങ്കിലും ചാനലുകളൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്നൊരു അഭിപ്രായം ഇവരോട് സജസ്റ്റ് ചെയ്യാനുണ്ട്. എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത്? ഇറാനിലേക്ക് ഇസ്രായേലൊക്കെ കൂടി ബോംബിട്ടപ്പോൾ പറഞ്ഞു നന്നായി, ഇറാൻ ഒരെണ്ണം കിട്ടട്ടെ, മുസ്ലിം രാഷ്ട്രമല്ലേ എന്നൊക്കെ പറഞ്ഞു. അവസാനം ഇറാനിലും ഇസ്രായേലും തമ്മിൽ അവരുടെ സൗകര്യം പോലെ ബോംബൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഗ്യാസ് കിട്ടാണ്ടായപ്പോൾ ഒരു മറുപടിയില്ല. ഡോളറിന്റെ വില കൂടി, രൂപയുടെ മൂല്യം ഇടിഞ്ഞു, സകല സാധനത്തിനും വില കയറി. ഒന്നും കാണാത്ത കുറെ ആളുകൾ, എന്താ മഹിളാ മോർച്ചയോ, അവരിങ്ങനെ റോട്ടിലിറങ്ങി വെയിൽ കൊള്ളുന്നു, ബസ്സിൽ കയറി കാശ് കൊടുക്കാതെ യാത്ര ചെയ്യുന്നു. എന്ത് സമരമാണ്? എന്താ അവരുടെ വീട്ടിലിരിക്കുന്ന അവരുടെ സ്വന്തം കുട്ടികൾക്ക് അവരെ ട്രോളാനല്ലേ നേരം ഉണ്ടാവുള്ളൂ? ആ കുട്ടികളുടെ മുമ്പിൽ അവർ മോശക്കാരാകുകയല്ലേ? ആ കുട്ടികളൊക്കെ അത്യാവശ്യം സ്കൂളിലും കോളേജിലൊക്കെ പോകുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. വിദ്യാഭ്യാസം വിവരമുള്ള കുട്ടികളാണ്. BJPക്കാരുടെ മക്കളാണെങ്കിലും വിവരമില്ലാത്തവരാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. വിവരമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. സ്വാഭാവികമായിട്ട് ആ കുട്ടികളുടെ മുമ്പിൽ ഇവർക്ക് എന്ത് മറുപടി പറയാനുണ്ട്? ഒരു സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ആ സർക്കാരിന് നേതൃത്വം കൊടുക്കാൻ വന്നിരിക്കുന്ന പാർട്ടിയുടെ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ വേണമെന്ന്. ആ മോദിജി പണ്ട് പറഞ്ഞ വിദേശത്തുനിന്ന് കൊണ്ടുവരുന്ന കള്ളപ്പണം 15 ലക്ഷം രൂപ വെച്ച് ഓരോ ഇന്ത്യക്കാരനെ പോക്കറ്റിലിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് കിട്ടിയോ എന്ന് ചോദിച്ചില്ല. 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. ഗ്യാസ് വിലക്കുറവ് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവ് കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നില്ല. ഈ കേരളത്തിലെമ്പാടും ആയിരക്കണക്കിന് ഹോട്ടലുകൾ പൂട്ടിപ്പോയി. പാവപ്പെട്ട മനുഷ്യർക്ക് റോട്ടിലിറങ്ങിയ ഒരു കാലിച്ചായ മേടിച്ചു കുടിക്കാൻ പറ്റാത്ത ഗതികേടിലേക്ക് പോവുക. അപ്പൊ ആ ഗതികേടിലേക്ക് പോകും. ഇതൊന്നും കാണാത്ത കുറെ ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാ അറിയാം? അല്ല, എനിക്ക് തോന്നുന്നു അവിടെ ഒരു ശക്തമായ ഇടതുപക്ഷം മാത്രമല്ല ഞങ്ങൾ കൂടി ഉണ്ട് എന്ന് അവർ അറിയിക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? ഇത്തവണ നിയമസഭയിൽ 3 പേരുണ്ടല്ലോ. തീർച്ചയായിട്ടും 3 പേര് അല്ല 3 പേര് ഉള്ളപ്പോൾ ഇതാണ് അവസ്ഥ. അല്ല, ഞാൻ പറഞ്ഞത് ആ 3 പേർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അതിൽ 2 പേര് കേന്ദ്രമന്ത്രിമാരായിരുന്നു. അല്ല, ഒരു കേന്ദ്രമന്ത്രി മറ്റേ പെട്രോളിന്റെ വില കൂടിയ കഥ പറഞ്ഞത് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ പിന്നെ നിലവാരം അത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ വിചാരിക്കുന്ന ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ വക പൊറാട്ട് നാടകം കാണിക്കുന്നതിനെയല്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് സമരം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ദിരാ ഗ്യാരണ്ടി സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഇന്ദിരാ ഗ്യാരണ്ടി കിട്ടാത്തത് ഒരു സാധാരണക്കാരന്റെ പ്രശ്നമായിട്ടില്ല. ഈ സർക്കാർ അധികാരം ഏറ്റതിന് ശേഷം പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഗ്യാരണ്ടി എവിടെ എന്ന് ചോദിച്ച് സമരം ചെയ്യേണ്ടത്. അതിനു പകരം ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗ്യാസ് കിട്ടാത്തത്, കിട്ടുന്ന ഗ്യാസിന്റെ വില കൂടുന്നത്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടുന്നത്, വണ്ടികളുടെ എണ്ണം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അടക്കം നമ്മളോട് പറയുന്ന സാഹചര്യം, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നത്, ഇതൊന്നും കാണാത്ത കുറെ ആളുകൾ
വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങിയേക്കുകയാണ്. ബസ്സിൽ കയറി കാശ് കൊടുക്കാതെ യാത്ര ചെയ്തിട്ട് സമരമാണ് അത്രേ. ആദ്യം ഈ സമരം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിലേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി സ്വാതന്ത്ര്യ സമരം ചെയ്തപ്പോൾ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കിയ ചരിത്രമുള്ളവര് ആദ്യം ഒന്ന് പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ച് പഠിക്കുന്നതാണ്. സമരം എന്താണെന്നും എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്നും അപ്പൊ ഈ മഹിളാ മോർച്ചക്കാർക്കൊക്കെ മനസ്സിലാകും. ശരി, ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, നമ്മൾ ഇടതുപക്ഷം എന്ന പാർട്ടിയെ കുറിച്ച് സംസാരിക്കുമ്പം ഇപ്പം മറ്റാരുമില്ലേ പിണറായി അല്ലാതെ എന്നുള്ളൊരു ചോദ്യം, താങ്കൾ നേരത്തെ അതിന് മറുപടി പറഞ്ഞു. നേരത്തെ ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 35 പേരിൽ മറുഭാഗത്ത് ഒരു ടീം UDF ആയി വിശാലമായൊരു മുന്നണിയായി മറുഭാഗത്ത് നിൽക്കുമ്പോൾ അതിൽ ഈ പറഞ്ഞ പിണറായി വിജയൻ അല്ലാതെ മറ്റാരെ അവർ ഉയർത്തിക്കാട്ടും? ഒരു രണ്ടാം തലമുറ ഉണ്ടായിരുന്നു, പക്ഷേ മത്സരിച്ചവരെല്ലാം തോറ്റുപോയി. MP രാജേഷ്, P രാജീവ് മുതൽ ഇങ്ങോട്ട് എല്ലാവരും തോറ്റുപോയി. അപ്പോൾ മറ്റാരുണ്ട്? ഇപ്പം പിണറായി വിജയനെ അല്ലാതെ മറ്റാരവർ പ്രതിപക്ഷ നേതാവാക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ഇല്ലേ അവിടെ? അല്ല, നിലവിലുള്ള 35 പേരിൽ CPM-നകത്ത് തന്നെ ഒട്ടേറെ ആളുകളുണ്ട്. അപ്പം അവർക്ക് ചർച്ച ചെയ്ത് അതിലാരാകണം എന്ന് തീരുമാനിക്കാലോ. നിലവിലുള്ള ആളുകളിൽ നിന്നല്ലേ ആക്കാൻ പറ്റൂ. പരാജയപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇന്നിപ്പോ ഞാൻ കേട്ടൊരു വാചകമുണ്ട് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, അത്രയും ധീരമായ പ്രവർത്തനമാണെങ്കിൽ പേരാവൂരിൽ പിണറായി വിജയൻ മത്സരിക്കണമായിരുന്നു. എന്തിനാണ് KK ശൈലജയെ പേരാവൂരിലേക്ക് പറഞ്ഞയച്ചത് എന്ന് ജില്ലാ ഘടകങ്ങളിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സഭയിൽ KK ശൈലജ ടീച്ചർ ഉണ്ടായേനെ. അല്ല, ആര് ഉണ്ട് എന്നുള്ളതല്ല, ഉള്ളവരിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ്. പിണറായിയെ സംബന്ധിച്ചിടത്തോളം പ്രായം ആയിട്ടുണ്ട്, അതുപോലെ തന്നെ 2 തവണ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുണ്ട്, നേരത്തെ മന്ത്രിയായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾ തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്ന് തീരുമാനിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ പുതിയ ആളുകൾ വളർത്തിക്കൊണ്ടുവരണ്ടേ? അത് വളർത്തിക്കൊണ്ടുവരാൻ ബോധപൂർവമായ ഒരു ഇടപെടൽ നടത്തേണ്ടത് നേതൃത്വമല്ലേ? ആ നേതൃത്വം തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചാണ് പരിശോധിക്കേണ്ടത് എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിലുള്ള ആളുകളിൽ നിന്ന് ആരെ വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭ എല്ലാവരും പുതുമുഖങ്ങളായിരുന്നില്ലേ? അപ്പോൾ ആ നിലയിലുള്ള പരീക്ഷണം നടത്തുന്നതിന് എന്താ തെറ്റ്? ഒരു പുതുമുഖം പ്രതിപക്ഷ നേതാവായി വരുന്നതിന് എന്താ തെറ്റ്? അപ്പോൾ ആ നിലയിൽ നിലവിലുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് ആളില്ലാത്തതല്ല വിഷയം. ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, അപ്പം ഇന്നലെ കൂടിക്കാഴ്ചകളുടെ ദിവസമായിരുന്നു. അതിൽ കുറേ മനോഹരമായ നിമിഷങ്ങളുണ്ടായിരുന്നു. G കാർത്തികേയന്റെ വസതിയിലേക്ക് പോയി വികാരനിർഭരനായ VD സതീശൻ, ചാണ്ടി ഉമ്മന്റെ വീട്ടിലേക്ക് പോയപ്പോൾ ചാണ്ടിയുടെ കയ്യിൽ നിന്ന് ബൊക്കെ വാങ്ങാതെ അകത്ത് നിന്ന് മറിയാമ്മ ഉമ്മനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇരുവരുടെയും കയ്യിൽ നിന്ന് ബൊക്കെ വാങ്ങുന്ന VD സതീശൻ. അങ്ങനെ പല കൂടിക്കാഴ്ചകളുടെയും കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കൂടിക്കാഴ്ചയാണ് പിണറായി വിജയനെ വീട്ടിൽ പോയി കണ്ടത്. വളരെ അത്രയും ഈസിയായി, അത്രയും ഊഷ്മളമായി പിണറായി വിജയനെ കാണുന്നത് വളരെ ചുരുക്കം സമയങ്ങളിലാണ്. കൈ പിടിച്ചാണ് VD സതീശന്റെ അകത്തേക്ക് കൊണ്ടുപോയത്. ഒരു രാഷ്ട്രീയ മര്യാദ ഇതിനു മുൻപും കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നല്ല, പക്ഷേ മൊത്തം വായിക്കുമ്പോൾ ജനങ്ങൾ ആഗ്രഹിച്ചൊരു തുടക്കം ഇന്നലത്തെ ഈ കൂടിക്കാഴ്ചകളിലൂടെ. ഇപ്പം വന്ന വഴി മറക്കാതെ കൂടെ നിന്നവർക്ക് താങ്ങായി തണലായി നിന്നവരെ ഓർക്കുന്ന മലയാളി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതാണോ ഇന്നലെ രാഷ്ട്രീയ കേരളം കണ്ടത്? തീർച്ചയായിട്ടും അത് മനോഹരമായ ചില കാഴ്ചകളായിരുന്നു. ഇപ്പോൾ ആരും എടുത്തു പറഞ്ഞ ചില കാഴ്ചകൾ, G കാർത്തികേയൻ എന്ന് പറയുന്ന രാഷ്ട്രീയ ഗുരുവിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ സഹധർമ്മിയുടെ കൈപിടിക്കുമ്പോൾ അറിയാതെ വിരുമ്പിപ്പോകുന്ന, എത്ര ശ്രമിച്ചിട്ടും കണ്ണീരടക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ്, നിയുക്ത മുഖ്യമന്ത്രിയാണ്. അവർക്ക് തന്നെ ടീച്ചർക്ക് തന്നെ പറയേണ്ടി വരികയാണ്, ഇങ്ങനെ മുഖ്യമന്ത്രി കരഞ്ഞുവിടാട്ടോ എന്ന് പറയേണ്ടി വരുന്നു. അതിനകത്തൊക്കെ ഒരു നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില ഘട്ടങ്ങളിലെങ്കിലും അങ്ങനെ ഉള്ള മുഹൂർത്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലൊരു മുഹൂർത്തം ആ സമയത്ത് സ്വയം മറന്നു പോവുകയാണ്. അദ്ദേഹം ഞാൻ എന്താണെന്നുള്ളതല്ല, എന്നെ ഞാനാക്കിയ മനുഷ്യരുടെ മുമ്പിലെത്തുമ്പോൾ, ആ സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളുടെ മുമ്പിലെത്തുമ്പോൾ
അറിയാതെ വിതുമ്പിപ്പോകുന്നത് ഒരു മനുഷ്യനായതുകൊണ്ടാണ്. അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് ആവശ്യം. ഒരു യന്ത്രം പോലെ വികാരങ്ങളൊന്നുമില്ലാത്ത, ഏത് ഘട്ടത്തിലും ഒരു വികാര ഭേദമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളെ അല്ല. മനുഷ്യരായിട്ട് മനുഷ്യരോടൊപ്പം അവരുടെ സങ്കടങ്ങളിൽ, അവരുമായിട്ടുള്ള ഓർമ്മകളിൽ, ആ ബന്ധങ്ങളുടെ ഊഷ്മളതയിലൊക്കെ സ്വയം മുഖ്യമന്ത്രിയല്ല, ഒരു മനുഷ്യനായി മാറുന്നു ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അതേ കാഴ്ച തന്നെയല്ലേ പുതുപ്പള്ളി വീട്ടിൽ ചെന്നപ്പോഴും കണ്ടത്, അതേ കാഴ്ചയല്ലേ വയലാർ ജയുടെ വീട്ടിൽ ചെന്നപ്പോഴും കണ്ടത്, അത് തന്നെയല്ലേ മറ്റു പല സ്ഥലങ്ങളിലും. അതായത് ഞാനിന്ന് അദ്ദേഹത്തെ മതിക്കുന്ന രണ്ടാമത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, വീണ്ടും ഒരിക്കൽ കൂടി മഞ്ഞുരുകാൻ വല്ലാതെ വൈകുന്നുവെന്ന തിരിച്ചറിവിൽ ആ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന രമേശ് ചെന്നിത്തല എന്ന വാശി പിടിച്ചിരിക്കുന്ന നേതാവിനെ വീണ്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കണ്ട് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഊഷ്മളമായിട്ട് സ്വാഗതം ചെയ്ത് ഇങ്ങനെ ഒരിക്കലും ഒരു തീരുമാനം എടുക്കണം, തീരുമാനം മാറ്റണം, വരണം എന്ന് വീണ്ടും പോയി കാണുന്ന, വേണമെങ്കിൽ അവിടെ വെച്ച് അദ്ദേഹം വന്നില്ലെങ്കിൽ, ഇനിയിപ്പോ സപ്പോസ് വരുന്നില്ല എന്ന് അദ്ദേഹം വാശി പിടിച്ചാൽ അവിടെ വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പോയി വിളിച്ചിട്ട് വന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കായിരുന്നു. വരാതിരുന്നാൽ വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞു കിട്ടൂല്ലോ എന്നൊക്കെ വേണമെങ്കിൽ രാഷ്ട്രീയ കൗശലം കൊണ്ട് ചിന്തിക്കുക പോലും ചെയ്യാം. പക്ഷെ ഇതൊന്നും അല്ലല്ലോ ചെയ്തത്. വീണ്ടും ഒരിക്കൽ കൂടി ചെന്ന് ആ മുറിവ് ഉണക്കണം. ആ മുറിവ് ഇനി ഒരു ഈ UDF മന്ത്രിസഭയ്ക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നമായി മാറരുത്. ചേർത്ത് പിടിച്ച് ഒരുമിച്ച് നിന്നൊരു നല്ല തുടക്കം. ഏതായാലും അദ്ദേഹത്തിന്റെ, അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനോട് പറഞ്ഞല്ലോ, അവർ വന്ന് കണ്ടപ്പോഴും തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം പരിഗണിക്കും. ഞാൻ വിചാരിക്കുന്ന ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കുന്ന അവരുടെ കാര്യമായിരിക്കും. അപ്പൊ ഈ 2 ദിവസങ്ങളിൽ കണ്ടത് അധികാരം എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ലാതെ, അധികാരം എന്ന് പറയുന്നത് കൂടുതൽ നന്നായി, കൂടുതൽ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരിൽ ഒരാളായി മാറാനും അവരെ ചേർത്ത് പിടിക്കാനും. കഴിഞ്ഞ 2 ദിവസങ്ങൾ ഇപ്പം VIP സംസ്കാരം വേണ്ട എന്ന് പറഞ്ഞ നിലപാട്, എസ്കോർട്ടും പൈലറ്റും മാത്രം മതി, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ നിലപാട്, വന്ന വഴി മറക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു നേതാവ്. അത് മാത്രമല്ല, ഇപ്പം ടീം UDF ആണ് എന്ന് ജനവിധി വന്നതിന് ശേഷവും കാണിച്ചു തരികയാണ് VDS. മന്ത്രിസഭാ രൂപീകരണം വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. അതൃപ്തികൾ ഉള്ളവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തുടക്കമാണ്. ഇനി അങ്ങോട്ട് എങ്ങനെ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പം നാളെ ഉച്ചയോടുകൂടി നമ്മുടെ മന്ത്രിമാരാരൊക്കെയാണ് എന്നുള്ള വിവരം കൂടി നമ്മുടെ മുന്നിലേക്ക് വരും. എന്തായാലും സൂപ്പർ പ്രൈം ടൈമിന്റെ സമരം ഇവിടെ പൂർത്തിയാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട അതിഥികൾക്ക് വളരെയധികം നന്ദി. ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.